എങ്ങനെയാണ് മെഷീൻസ് ഡാറ്റയിൽ നിന്ന് ലേൺ ചെയ്യുന്നത് നോക്കാം. ഇങ്ങനെ ലേൺ ചെയ്യുന്നതിനാണ് നമ്മൾ മെഷീൻസിനെ ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. ഇതിന് 3 വഴികളാണ് ഉള്ളത്: സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് കൊടുക്കും, അതേപോലെ തന്നെ ഏത് ഔട്ട്പുട്ടാണ് കിട്ടേണ്ടത് എന്ന് നമ്മൾ തന്നെ കൊടുക്കും. ഒരു ഡോഗിന്റെയും ക്യാറ്റിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ക്യാറ്റിന്റെ ഇമേജ് ഇൻപുട്ടായി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് ക്യാറ്റ് ആണെന്ന് നമ്മൾ കൊടുക്കും. അതേപോലെ തന്നെ ഡോഗിന്റെ ഇമേജ് ഇൻപുട്ടായി കൊടുക്കുമ്പോൾ കിട്ടേണ്ട ഔട്ട്പുട്ട് ഡോഗ് ആണെന്ന് നമ്മൾ കൊടുക്കും. അതായത് നമ്മൾ ലേബലുള്ള ഡേറ്റാസ് ആയിരിക്കും ട്രെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് ക്യാറ്റ്സിന്റെയും ഡോഗ്സിന്റെയും ഇമേജസ് വെച്ച് നമ്മൾ കമ്പ്യൂട്ടറിനെ ട്രെയിൻ ചെയ്യിപ്പിക്കും. ഇത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിങ്ങിൽ കൊടുക്കാത്ത ഒരു പുതിയ ഇമേജ് ക്യാറ്റിന്റെയോ ഡോഗിന്റെയോ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ അത് കറക്റ്റ് ആയിട്ട് അത് തിരിച്ചറിയും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്തത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടറിനെ ട്രെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് ക്യാറ്റ്സിന്റെയോ ഡോഗ്സിന്റെയോ ഇമേജസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാറ്റ് ആണോ ഡോഗ് ആണോ എന്ന് നമ്മൾ പറയില്ല. പകരം കമ്പ്യൂട്ടർ തന്നെ അതിന്റെ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതിനെ രണ്ടിനെ 2 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഇത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിങ്ങിൽ കൊടുക്കാത്ത ഒരു പുതിയ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ക്യാറ്റിന്റെ ഇമേജ് ഇപ്പോൾ കൊടുത്തതെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് ക്യാറ്റിന്റെ ഗ്രൂപ്പിലേക്ക് ക്ലാസിഫൈ ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അടുത്തതായിട്ട് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്താ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരുപാട് ക്യാറ്റ്സിന്റെയും ഡോഗ്സിന്റെ ഇമേജസ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ അത് ക്യാറ്റ് ആണോ ഡോഗ് ആണോ എന്ന് പറയില്ല. പകരം ഇൻപുട്ട് ആയിട്ട് ക്യാറ്റ് കൊടുത്തിട്ട് ഔട്ട്പുട്ടിൽ എന്താണ് വരുന്നത് എന്ന് നമ്മൾ നോക്കിയിട്ട് അത് കറക്റ്റ് ആണ് എന്ന് നമ്മൾ വെരിഫൈ ചെയ്യും. ഇൻപുട്ടിലും ക്യാറ്റ് ആണ് ഔട്ട്പുട്ടിലും ക്യാറ്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനൊരു ലൈക്ക് കൊടുക്കും. ക്യാറ്റ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ട് ഡോഗ് ആണ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനൊരു ഡിസ്ലൈക്ക് കൊടുക്കും. അപ്പൊ മോഡലിൽ തന്നെ മനസ്സിലാകും ആൻസർ തെറ്റാണെന്ന്. അപ്പൊ മോഡൽ സ്വയം കറക്റ്റ് ചെയ്യാൻ നോക്കും. മോഡൽ സ്വയം ഓരോ അഡ്ജസ്റ്റ്മെന്റുകളും ചേഞ്ചസുകളും വരുത്തി ആൻസർ കറക്റ്റ് ആകുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്.